KSRTC പെൻഷൻകാരനായ വെള്ളനാട് സ്വദേശി ഗോപിനാഥപിള്ള ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ കെ രാജുവാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പെൻഷൻ ലഭിക്കാതെ 19 KSRTC പെൻഷൻകാർ ഇതിനകം ആത്മഹത്യ ചെയ്തതായി രാജു പറഞ്ഞു. ഈ നില തുടർന്നാൽ കൂട്ട ആത്മഹത്യയുണ്ടാകും. KSRTC കത്തിയെരിയുമ്പോൾ സിനിമ കണ്ടു നടക്കുകയാണ് ഗതാഗത മന്ത്രിയെന്ന് രാജു പരിഹസിച്ചു. KSRTC പെൻഷൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പെൻഷൻ ഫണ്ട് രൂപീകരിക്കുമെന്ന് രാജുവിന് മറുപടി നൽകിയ ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പെൻഷൻ പ്രശ്നം ചർച്ച ചെയ്യാൻ ഈ മാസം 22-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. നമ്മളുടെ വരുമാനം കൂടണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തണം, പെൻഷൻ കൊടുക്കണം നടപടി. അതാണ് ഞാൻ 22-ാം തീയതി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആത്മഹത്യ ചെയ്ത 19 പെൻഷൻകാരുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെയും തിരുവഞ്ചൂരിന്റെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മരിച്ചവരുടെ രക്തക്കറയാണ് മന്ത്രിമാരുടെ കൈകളിലെന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. കൊലയാളി സർക്കാരാണ് ഇത്. അഴിമതിക്കാരനായ മാണിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്നും VS ആരോപിച്ചു. മാണിയെ പോലെ പരിശുദ്ധനായ ഒരു മന്ത്രിയെ കേരളം കണ്ടിട്ടുണ്ടോ എന്ന് ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് മാണിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ വേണ്ടത് ചെയ്യണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. എല്ലാം ഭംഗിയാകും.